ഹലോ, നമസ്കാരം. ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് പൃഥ്വിരാജ് സാറിൻ്റെ സൗണ്ട് എങ്ങനെ എളുപ്പത്തിൽ എടുക്കാം എന്നുള്ളതാണ്. സപ്പോസ് സംഭവം ഭയങ്കര എളുപ്പമാണെന്ന് വെച്ചാൽ, പുള്ളിക്കാരൻ കടുവയിലൊരു ഡയലോഗ് പറയുന്നുണ്ട്. അച്ചോ, വയനാട്ടിലെ പാവം കൊടിയേറിക്കാരോട് കാണിച്ച ചെറ്റത്തരം വല്ലതും ഈ ഇടവകയിൽ ഇറക്കാണ്ടല്ലോ. കത്തനാരാണെന്നൊന്നും ഞാൻ നോക്കാല, കത്തിച്ചോളയും ഞാൻ. കേട്ടോ, ഇത് ഞാൻ എൻ്റെ സൗണ്ടി പറഞ്ഞെന്ന് ആർക്കറിയാത്ത. അപ്പോൾ ഇത് പുള്ളിക്കാരൻ്റെ സൗണ്ടി പറയണമെങ്കിൽ പുള്ളിക്കാരൻ്റെ വർത്തമാനത്തിന് ഒരു സ്റ്റൈലുണ്ട്. ഞാനിങ്ങനെ ചെയ്തിട്ടില്ല, ഇത് ഇങ്ങനായിട്ടില്ല, അല്ല ചേട്ടാ അങ്ങനെയല്ല, ഇപ്പോൾ ഒരു ഇങ്ങനെ അങ്ങനെ ഒരു സ്റ്റൈൽ നിങ്ങൾ ആദ്യം തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ട് ഈ അണപ്പല്ലുണ്ടല്ലോ, അണപ്പല്ല് പല്ലുള്ള ഏറ്റവും അവസാനം പോകുന്ന പല്ല്, അത് കടിച്ചു പിടിക്കാം. പുള്ളിക്കാരൻ ഇത് ഭയങ്കര സീക്രറ്റ് ആയിട്ട് എന്തുകൊണ്ടൊക്കെ വളരെ നോർമൽ സൗണ്ട് പറയണം, ഭയങ്കര ശാന്തതകൾ. അപ്പോൾ ശാന്തതകൾ പറയുമ്പോൾ ഇതുപോലെ ഇരിക്കും. ഞാൻ പിന്നെ ഈ ട്രിക്സ് ഫോളോ ചെയ്യണേ. അതിന് കൂടെ കുറച്ച് ഏഴും കൊടുക്കും. നമ്മൾ എങ്ങനെ ചെയ്യണം? നന്നായിട്ട് തുടങ്ങിയല്ലേ അച്ഛോ, വയനാട്ടിലെ പാവം കുടിയേറിക്കാരോട് കാണിച്ച ചെറ്റത്തരം വല്ലതും ഈ ഇടവകയിൽ ഇറക്കാനുണ്ടല്ലോ. കത്തനാരാണെന്നൊന്നും ഞാൻ നോക്കിയല്ല, കത്തിച്ചളയും ഞാൻ. കേട്ടോ? അപ്പോൾ ട്രിക്സ് മനസ്സിലായല്ലോ. അണപ്പല്ല് മുറുകെ കടിക്കണ ആവശ്യമൊന്നുമില്ല, ഇങ്ങനെ കുറച്ചൊരു ടച്ച്, സോഫ്റ്റ് ടച്ച് കൊടുത്തിട്ട് സോഫ്റ്റ് ടച്ച് അണപ്പല്ലുമ്മ. പിന്നെ കുറച്ച് ഇത് കൊടുക്കുക, ആ സ്റ്റൈല് പിടിക്കുക. അച്ഛൻ വയനാട്ടില് പാപം കുടിയേറിക്കാരോട് കാണിച്ച ചെറ്റത്തരമല്ല ഈ ഇടവകയിൽ ഇറക്കിയാണ്ടല്ലോ. കത്തനാരാണെന്നൊന്നും ഞാൻ നോക്കിയാല, കത്തിച്ചളയും ഞാൻ. കേട്ടോ? ഞാൻ ഈ എടുത്ത സൗണ്ട് പൃഥ്വിരാജിനെ കൃത്യമായിട്ട് തോന്നിയവർക്ക് കമന്റ് ഇടാവുന്നതാണ്, ലൈക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ ഇതിനു മുമ്പ് ഉണ്ണിമുകുന്ദൻ സാറിൻ്റെ സൗണ്ട് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾ മിമിക്രിയിൽ പഠിച്ചിട്ട് നല്ല റിസൾട്ട് ഉള്ളവർ എൻ്റെ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം. എനിക്കൊരു സന്തോഷമായിട്ടല്ലേ. അപ്പോൾ ഇതിനൊരു ഇത് മനസ്സിലായല്ലോ നിങ്ങൾക്ക്. ഇപ്പോൾ പൃഥ്വിരാജ് ഇപ്പോൾ ഒരു വേദി വന്നിട്ട് ഇപ്പോൾ ഒരാളെ കുറിച്ച് പറയുകയാണെങ്കിൽ പുള്ളിക്കാരൻ്റെ സൗണ്ട് അല്ലെങ്കിൽ പാട്ട് പാടാൻ പറയുമ്പോൾ പുള്ളിക്കാരൻ ഇങ്ങനെ പറഞ്ഞോളൂ. ഞാൻ പാട്ട് എനിക്കറിയത്തില്ല, പാട്ട് ഞാൻ പഠിച്ചിട്ടൊന്നുമില്ല, അങ്ങനെയൊക്കെ. അത് പൃഥ്വിരാജ് സൗണ്ട് കൃത്യമായിട്ട് പറയണമെങ്കിൽ ഇങ്ങനെ പാട്ടൊന്നും ഞാൻ പഠിക്കില്ല, പാട്ടൊന്നും എനിക്ക് അധികം അറിയത്തൊന്നുമില്ല. പിന്നെ ഇന്ദ്രജിത്ത് ചേട്ടനെ കുറിച്ച് അനിയൻ എന്നുള്ള കാര്യത്തിൽ ഒരു അഭിപ്രായം എന്നത്, ഒരു ചേട്ടനെന്നും പറയും ഇന്ദ്രജിത്ത് ചേട്ടനെ എങ്ങനെ നിങ്ങൾ കാണുന്നു എന്നുള്ള ആ ഒരു ചോദ്യം വരുമ്പോൾ പൃഥ്വിരാജ് ചേട്ടൻ്റെ സൗണ്ടിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ പറയാം. ഇന്ദ്രജിത്ത് സ്വന്തം അറിയാനല്ല, ഇവൻ കുട്ടിപ്രായത്തിൽ നല്ല കുസൃതിയാണ്. ഞാൻ പിന്നെ ഒട്ടും ആവശ്യമൊന്നുമല്ല. ഇന്ദ്രജിത്ത് വെച്ചാൽ എനിക്ക് കിട്ടുന്നൊരു ഏറ്റവും നല്ലൊരു സൗഭാഗ്യമാണ്. സംഭവം എന്ന് വെച്ചാൽ എന്റെ എല്ലാ കാര്യങ്ങളിലും എന്നെ ജിത്തുക്കുട്ടനാണ് സഹായിക്കാറുള്ള. എൻ്റെ അനിയന്നുള്ള കാര്യത്തിൽ എനിക്ക് ഭയങ്കര ബഹുമാനമാണ്. അപ്പോൾ ഭയങ്കര നന്ദി എന്നും പറഞ്ഞിങ്ങനെ വേദിയിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ സൗണ്ടിൽ സംസാരിക്കാം.
ഞാൻ നിങ്ങൾക്ക് സൗണ്ടിൻ്റെ ഒരു മാതൃക കാട്ടി തന്നേ ഉള്ളൂ. ഡയലോഗ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഏത് വേണമെങ്കിലും എടുക്കാം. ഇപ്പോൾ കലോത്സവങ്ങളിലൊക്കെ മിമിക്രി ഒക്കെ എടുക്കാൻ പറയുമ്പോൾ പൃഥ്വിരാജ് സാറിൻ്റെ സൗണ്ട് ഓർത്തിട്ട് ഓരോരുത്തരും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ഞാൻ പറഞ്ഞ ട്രിക്സ് ഒന്ന് ഉപയോഗിച്ചാൽ മതി. ഇപ്പോൾ പുള്ളിക്കാരൻ ലാലേട്ടനെ കുറിച്ച് ഒന്ന് പറയാൻ നോക്കുമ്പോൾ എങ്ങനെ പറയാം? ലാലേട്ടൻ അടുത്ത ബന്ധുവാണ്. എനിക്ക് സത്യം പറഞ്ഞ ലാലേട്ടൻ എൻ്റെ ഒരു ചേട്ടനെ പോലെയാണ്. എമ്പുരാനിൽ പുള്ളിക്കാരൻ നിങ്ങളുടെ കുറെ ക്യാരക്ടേഴ്സ് ഒക്കെ അഭിനയിച്ചിട്ടുണ്ട്. എൻ്റെ അറിവിൽ വെച്ച് നോക്കുമ്പോൾ ഭയങ്കര അഭിനീതമാണ് ലാലേട്ടൻ. ഫൈറ്റിംഗ് സീൻസിലൊക്കെ ഭയങ്കര അലേർട്ടാണ് പുള്ളി. ലാലേട്ടെന്ന് വെച്ചാൽ കൊടുക്കുന്ന ലാലേട്ടാ. എനിക്ക് പുള്ളിക്കാരൻ സത്യം പറഞ്ഞു ഞാൻ അദ്ദേഹത്തിന് ഫാനാണ്. ഭയങ്കര ഇതാണ്. പൃഥ്വിരാജ് ഇടയ്ക്കിടെ ചിരിച്ചൊക്കെ വർത്താനം പറയും ഇങ്ങനെ ഇതേ മാതിരി. ഇതിപ്പോ പറഞ്ഞിട്ട് ഞാൻ എങ്ങോട്ടാ പോകുന്നത്? അവന്റെ ഒരു പാട്ട് ചൊല്ലിയുടെ പോലെ ഞങ്ങൾക്ക് ഏതെങ്കിലും കഴിഞ്ഞിട്ടാണ് വരുന്നത്. ഇങ്ങനെയൊക്കെ ചിരിക്കാം. ഇങ്ങനെ ചിരിക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞ ആ ട്രിക്ക് ഉണ്ടല്ലോ, പൃഥ്വിരാജാണ് തൊണ്ട് ചിരിക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പൊ ഒരു ചുമ്മാ ചിരിക്കാട്ടെ പുള്ളിക്കാരൻ ചുമ്മാ മകെ എന്റെ പെണ്ണുണ്ടല്ലോ അവളൊരു നാറിയെ കെട്ട് പുഷിച്ച് പന്താറടങ്ങി പോകുന്നു. അപ്പോ വീഡിയോ ചെയ്യാൻ മറക്കരുത് എന്ന് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ എന്നെ പറഞ്ഞ ട്രിക്സ് ഒക്കെ നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ അതൊക്കെ നിങ്ങൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കൂ. തോൽവികളൊക്കെ സാധാരണ, അതൊക്കെ സാരം. നിങ്ങൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കൂ. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഈ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അതിനടുത്തുള്ള ബെൽ ബട്ടൺ നീക്കി കഴിഞ്ഞാൽ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടുന്നതായിരിക്കും. അപ്പോൾ എനിക്കറിയുന്ന ഇതുപോലത്തെ കുറച്ച് സൗണ്ടുകളൊക്കെ ഞാൻ ഇതുപോലെ ഇട്ടുകൊണ്ടിരിക്കാം, നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോ കാണാം. ബൈ.